കട്ടക്കലിപ്പന്റെ മാലാക പെണ്ണ്. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മയ്യേട്ടാ. മോഹന്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് ദേവി വിളിക്കുമ്പോൾ മോഹനൊന്ന് മൂളി. രണ്ടുപേരും ഉറക്കമില്ലാതെ അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു. മോൾക്ക് അവൻ അംഗീകരിക്കാൻ കഴിയുമോ? പെട്ടെന്ന് ദേവി അങ്ങനെ ചോദിച്ചു. മോഹൻ തലതാഴ്ത്തി ദേവിയെ നോക്കി. ദേവി മോഹനെ മുഖമുയർത്തി നോക്കിക്കൊണ്ട് മറന്നു കിടന്നു. ഇപ്പം എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? മോഹൻ ദേവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്തോ അത് തന്നെ ഇങ്ങനെ ആലോചിച്ച് കിടന്നപ്പോൾ എന്തോ അവർ തമ്മിൽ ചേരില്ല എന്നൊരു തോന്നല്. മഹിയേട്ടൻ്റെ മകൻ്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ മഹിയേട്ടൻ അറിയാലോ. ഇടയ്ക്ക് അവനൊരു ചെകുത്താനാ, രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ. മോളാണെങ്കിൽ കരയാൻ മാത്രം അറിയാവുന്നൊരു മാലാഖയും. അത് പറയുമ്പോൾ ദേവിയുടെ ചുണ്ടിലൊരു ചെറുപുഞ്ചിരി വിടർന്നു. അത് നല്ല ജോഡിയല്ലേ, ചെകുത്താന്റെ മാലാക. മോഹനൊരു ചിരിയോടെ പറയുമ്പോൾ ദേവി മോഹന്റെ മുഖത്തേക്ക് നോക്കി. ശരിയാവൂ അറിയില്ല. അവൻ്റെ സ്വഭാവം വെച്ച് അവൻക്ക് അവളോട് ദേഷ്യപ്പെടാനും മോൾക്ക് കരയാനും മാത്രമേ സമയം കാണൂ. നമ്മുടെ ഈ തീരുമാനം തെറ്റാവും മയ്യേട്ടാ. എനിക്ക് ആകെ ഒരു പേടി പോലെ. അവരെ രണ്ടുപേരെയും കുറിച്ചുള്ള ആകുലതകൾ ദേവിയുടെ വാക്കുകളിലും മുഖത്തും പ്രകടമായി. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ദേവി, നമുക്ക് അച്ഛനെ വിളിക്കാം, നാളെ തന്നെ വരാൻ പറയാം. എല്ലാവരും വരട്ടെ അല്ലേ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി വേറൊന്നും ആലോചിക്കണ്ട, സമാധാനമായിട്ട് ഉറങ്ങിക്കോ. മോഹൻ അങ്ങനെ പറഞ്ഞെങ്കിലും ദേവി പറഞ്ഞ വാക്കുകൾ മോഹന്റെ മനസ്സിൽ നിന്നും പോയിരുന്നില്ല. രണ്ടുപേരും കണ്ണുകളടച്ച് വെറുതെ കിടന്നു. എപ്പോഴോ ഉറക്കവരെ മാടി വിളിച്ചു. അന്നേരം അവർ അറിഞ്ഞിരുന്നില്ല അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ജോഡികൾ ഇപ്പോൾ അവർ ആകുലതപ്പെട്ടവരായിരിക്കുമെന്ന്. ഈശ്വ എന്ന മാലാഖ ആ ചെകുത്താനിൽ തളക്കപ്പെടുമെന്ന്. ഉറക്കം വരാ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നവളോ ബാൽക്കണിയിൽ കിടന്ന് സ്വപ്നം കാണുന്നവനോ അന്നേരം അറിഞ്ഞിരുന്നില്ല. രുദ്ര, മുത്തശ്ശനെ വിളിച്ചു പറയണ്ടേ? ഷൂട്ടിനായി വേഗത്തിൽ പുറത്തേക്ക് പോകുന്ന രുദ്രനെ പിന്നിൽ നിന്ന് ദേവി വിളിച്ചു പറയുമ്പോൾ അവൻ പെട്ടെന്ന് നിന്നു. മുത്തശ്ശനോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ ഇന്നലെ വരാമെന്ന് എനിക്ക് വാക്കും തന്നിട്ടുണ്ട്. രുദ്രൻ പറയുമ്പോൾ ദേവി ചിരിയോടെ തലയാട്ടി. എന്നാലും ഇറങ്ങട്ടെ, വിവാഹത്തിന് മുമ്പ് ഷൂട്ടൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആവണം, ചില കാര്യങ്ങളുണ്ട്. രുദ്രൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദേവി നെഞ്ചത്ത് കൈവച്ചു. ഷു, ഇവനിത് എന്തിനുള്ള പുറപ്പാടാ? കാറിൽ കയറുന്നവനെ നോക്കി ആരോടെന്നില്ല ദേവി പറഞ്ഞു. ആ വാക്കുകൾ ആ കാറിലിരുന്നവന് മനസ്സിലായ പോലെ ദേവിയെ നോക്കി അവനൊന്ന് കണ്ണിച്ചിമ്മി കാണിച്ചു. ദേവി ഒരു ചിരിയോടെ തിരിഞ്ഞ് അകത്തേക്ക് നടന്നു. അശോക, എല്ലാം സെറ്റല്ലേ? കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് നടക്കുമ്പോഴാണ് അശോകൻ അവന് നേരെ വരുന്നത്. ഒരു ചിരിയോടെ അശോകന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് രുദ്രൻ ചോദിക്കുമ്പോൾ അവനെ ആദ്യമായി കാണുന്ന പോലെ നോക്കി അശോകൻ. ഹാ പറ അശോക, എല്ലാം സെറ്റല്ലേ? വീണ്ടും അവൻ ചോദ്യം ആവർത്തിക്കുമ്പോൾ യാന്ത്രികമെന്നോണം തലകുലുക്കിയ അശോകൻ. എന്തോ രുദ്രന്റെ ആ പ്രവൃത്തി അവനിൽ വല്ലാത്തൊരു ഞെട്ടിലുണ്ടാക്കിയിരുന്നു. രുദ്രൻ ഒരു ചിരിയോടെ മുന്നോട്ട് നടന്ന് അവന്റെ ക്യാരവാനിലേക്ക് കയറി. പിന്നാലെ ഞെട്ടൽ മാറാതെ അശോകനും കയറി. സർ. ഡ്രസ് ചെയ്തുകൊണ്ടിരുന്ന രുദ്രനെ പിന്നിൽ നിന്ന് അശോക് വിളിക്കുമ്പോൾ രുദ്രനും തിരിഞ്ഞു നോക്കി. സർ, ഇന്ന് ചെറിയൊരു റൊമാൻറ്റിക് സീനാണ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മടിച്ചു പറയുന്ന അശോകനെ രുദ്രനും നോക്കി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ആ മൂളിൽ രുദ്രൻ നിർത്തുമ്പോൾ ശരിക്കും ഞെട്ടിക്കൊണ്ട് അശോക് പുറത്തേക്ക് ഇറങ്ങി. രുദ്രൻ സീനൊന്ന് വായിച്ചു നോക്കി. ലാസ്റ്റ് പോർഷനാണ്. വിവാഹം കഴിഞ്ഞുള്ളൊരു ദിവസം. അവരുടെ സ്നേഹം അതിൻ്റെ എല്ലാ തീവ്രതയും കാണിക്കുന്ന തരത്തിലുള്ള സീൻ. കിസിംഗ് ഒക്കെ ഒഴിവാക്കാൻ നോക്കിയാലും ചെറിയ തരത്തിൽ റൊമാൻസ് ഒക്കെ വരും. രുദ്രൻ കുറച്ചുനേരം കണ്ണുകളടച്ച് ആ സീനൊന്ന് ആലോചിച്ചു. ശേഷം ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുമ്പോൾ തൊട്ടടുത്ത ക്യാരവാനിൽ ഇരുന്നുകൊണ്ട് ആ സീൻ എത്രത്തോളം നന്നായി ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ട് വശ്യമായ ചിരിയോടെ ആ സീനായി കാത്തിരിക്കുകയായിരുന്നു. അവളുടെ സിനിമാ ജീവിതത്തിലെ തന്നെ ലാസ്റ്റ് സീനാണെന്നറിയാതെ. നാഥ്, ഈ സീൻ ഈ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്. ഹീറോയിനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത്രത്തോളം ഒറിജിനാലിറ്റി വേണം. മാരേജ് കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു നല്ല നിമിഷമാണ്. ഐ മീൻ, ചെറിയ രീതിയിലൊരു ഫിസിക്കൽ റിലേഷനൊക്കെ പോലെ. സീന് വിവരിച്ചു കൊടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്ന രുദ്രൻ. കാണുമ്പോൾ അങ്ങനെ തോന്നിച്ചാൽ പോരെ? ലിപ് കിസ് ഒന്നും ആഡ് ചെയ്യണ്ട, ബാക്കി ഞാൻ നോക്കിക്കോളാം. സീനിൽ ഇല്ലാത്തൊന്നും ഉണ്ടാക്കാൻ എൻ്റെ നെഞ്ചത്തോട് കെട്ടിയെടുക്കേണ്ടെന്നൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവളിങ്ങോട്ട് വിട്ടാൽ മതി. അതും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ഡയറക്ടർ സാം അശോകന്റെ മുഖത്തേക്ക് നോക്കി. അതിന് അശോകൻ കൈമലർത്തി. എല്ലാം സെറ്റാക്കി ഷൂട്ട് തുടങ്ങി. രുദ്രൻ ഒരു ചിരിയോടെ ഡോറിൽ തട്ടുമ്പോൾ അവൾ ഡോർ തുറന്നു കൊടുത്തു. ഒരു ചെറിയ ഷോർട്സും സ്ലീവ്ലെസ് ഷോർട്ട് ടോപ്പുമാണ് അവളുടെ വേഷം. അവനെ കണ്ടതും വശ്യമായ ചിരിയോടെ ഡോറിൽ നിന്ന് അവൾ മാറി നിന്നു. അവളെ മൊത്തമായി ഒന്ന് നോക്കിക്കൊണ്ട് അവന്റെ ചുണ്ടിൽ സ്വയം ഒന്ന് തടവിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവളെ നോക്കി ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് അവളുടെ കൈകൾ അവനെ പുണർന്നു. ഒരു ചിരിയോടെ ആ കൈകൾ പിടിച്ചുകൊണ്ട് അവളെ മുന്നിലേക്ക് നിർത്തി അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. അവളുടെ ശരീരത്തിൽ തട്ടാതെ അവളോട് ചേർന്ന് കിടന്നു അവൻ. അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചതും അവളുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടുകളെ പുണർന്നിരുന്നു.
അത്രത്തോളം രുദ്രനാഥ് എന്നവനിൽ അവൾ അടിമപ്പെട്ടിരുന്നു. അത്രത്തോളം അവളപ്പോൾ അവനെ ആഗ്രഹിച്ചിരുന്നു. തീർന്നു. ആ രംഗം കണ്ടതും അശോകന്റെ ചുണ്ടുകൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ ശിഖ റൂമിന്റെ ഒരു മൂലയിൽ ചെന്ന് പതിഞ്ഞിരുന്നു. പറയുന്നതിനോടൊപ്പം അവന്റെ കൈകൾ അവളുടെ മുഖത്ത് പലതവണ പതിഞ്ഞു. ആരൊക്കെയോ ചേർന്നാണ് രുദ്രനെ മാറ്റി നിർത്തിയത്. ഇനിമേൽ ഈ മോളന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്, അവിടെ ഒരു നോട്ടം. അവൻ അവിടെ നിന്ന് അലറിയതും ആരൊക്കെയോ ചേർന്ന് അവളെ വലിച്ചു പിടിച്ച് പുറത്തേക്ക് പോയി. അവളുടെ മൂക്കിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്തെ അശോക് ഉൾപ്പെടെ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ് നോക്കി നിന്നത്. ഇനി ഇത് എന്ത് പ്രശ്നത്തിൽ എത്തിത്തീരുവോ എന്തോ. എല്ലാവരും ഒരു നിമിഷം ഇനി എന്തെന്നറിയാതായി ഇരുത്തമിരുന്നു. രുദ്രൻ കണ്ണുകളടച്ച് തലമുടിയിൽ അമർത്തി ബെഡിലിരുന്നു. അവനപ്പുറത്തായി അശോകും. അവർക്ക് ഓപ്പോസിറ്റായിട്ട് സാമു ഇരിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരും ഇനി എന്തെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽപ്പ്. അശോക്, ഇനി നമ്മൾ ബാക്കി സീൻ ചെയ്യാൻ എന്ത് ചെയ്യും? ഹീറോയും തമ്മിൽ അവസാനത്തെ സീനാണിത്. ഒരു നിമിഷം നാതൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ. അങ്ങനെ അവിടെ ഉറപ്പ് തീർക്കാൻ കിടന്നു കൊടുക്കാൻ എന്നെ കിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും മുമ്പിൽ ഈ രുദ്രൻ കിടന്നു കൊടുത്താ അതിന്റെ പെണ്ണിന്റെ മുമ്പിലാ, അല്ലാതെ അവളെപ്പോലൊരു... സാം അശോകിനോട് നിലയ്ക്ക് രുദ്രനെ നോക്കി പറയുമ്പോഴേക്കും രുദ്രന്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. പറഞ്ഞു മുഴുവനാക്കാതെ അവൻ അവന്റെ പല്ലുകൾക്കിടയിലിട്ട് ആ വാക്കുകൾ ഞെരിച്ചു. അപ്പൊ ഇനി എന്താ ചെയ്യാ? അതുകൂടെ പറഞ്ഞ. ഈ സീൻ ഇതിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ചെയ്തത് അത്രത്തോളം പെർഫെക്റ്റ് ആണ്. ഈ അവസ്ഥയിൽ ബാക്കി ഷൂട്ട് ചെയ്യുന്ന ശിഖക്ക് ബുദ്ധിമുട്ടാവും. ഇനി അവളൊക്കെ ആണെങ്കിലും ഇന്ന് എന്നല്ല, ഇനി ഒരിക്കലും എന്നെ ഇതിന് കിട്ടില്ല. ഉള്ളിലുള്ള അവന്റെ ദേഷ്യം ഒരു പൊടിക്ക് പോലും കുറഞ്ഞിരുന്നില്ല. എന്നവന് നീ തന്നെ ഒരു വഴി പറ. ഈ സീൻ എങ്ങനെ പൂർത്തിയാക്കും? ഫേസ് ഐ ഡി ഇത് CGI നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഈ നിമിഷം ഒരാളെ കിട്ടണം. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കിടക്കാൻ മാത്രം ഒരാളെങ്കിലും കിട്ടുമോ നോക്ക്. സാം അങ്ങനെ പറയുമ്പോൾ തന്നെ രുദ്രന്റെ ഉള്ളിൽ തെളിഞ്ഞത് ഒരേ ഒരു മുഖമാണ്. ആലോചനകളോ ഓപ്ഷനുകളോ അവനിടയിലേക്ക് കയറി വന്നിരുന്നില്ല. ഫോണെടുത്ത് റോണി എന്ന നമ്പറിലേക്ക് അടിച്ച് ഒരു ചിരിയോടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോകുന്നവനെ സാം പല്ലുകടിച്ചുകൊണ്ട് നോക്കി. അശോക് ദയനീയമായി. ഹലോ ഏട്ടാ, പറയ്. ഫോണെടുത്ത് റോണിയുടെ ശബ്ദം. നീ കോളേജിലെത്തിയോ? ഇല്ല, കോളേജിലേക്ക് എത്തിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുക. കണ്ണനില്ലല്ലോ, അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ എടുത്തിട്ടാ പോകുന്നുള്ളൂ. എന്താ കാര്യം? നീ ഒന്ന് വീട്ടിൽ പോകണം. പോയിട്ട് ഈഷയെ കൂടി ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് വരണം. എൻ്റെ അടുത്തേക്കാണെന്ന് അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങും. അത്യാവശ്യമാണെന്ന് പറയണം കേട്ടോ. ഓക്കെ ഏട്ടാ, ശരി. അത് പറഞ്ഞുകൊണ്ട് റോണി ഫോൺ കട്ടാക്കുമ്പോൾ രുദ്രന്റെ ചുണ്ടിലൊരു കള്ളശ്ശിരി ഉണ്ടായിരുന്നു. ഇത് നിനക്കൊരു ട്രെയിലർ ആവട്ടെ. അവളുടെ മുഖം മനസ്സിൽ നിറച്ചുകൊണ്ടാവും പതിയെ ഒന്ന് മൊഴിഞ്ഞു. അശോക്. ബാൽക്കണിയിൽ നിന്ന് തന്നെ രുദ്രൻ വിളിക്കുമ്പോൾ പിന്നിൽ അശോക് വരുന്ന ശബ്ദം അറിഞ്ഞുകൊണ്ട് രുദ്രൻ തിരിഞ്ഞു നോക്കി. എല്ലാം അതുപോലെ തന്നെ ഇരിക്കട്ടെ, ഒന്നും ചേഞ്ച് ആക്കണ്ട. സാം പറഞ്ഞ ആളിപ്പോൾ എത്തും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് രുദ്രൻ വീണ് തിരിഞ്ഞു നിന്നു. ഒന്നും മനസ്സിലായില്ലെങ്കിലും ആയത് വെച്ച് അശോക് അകത്തേക്ക് തന്നെ നടന്നു. കുറച്ച് സമയത്തിന് ശേഷം റോണി ഇശുവിനെ കൊണ്ട് രുദ്രാഴ്ച ലൊക്കേഷനിലെത്തി. എങ്ങോട്ടായെന്നൊന്നും അറിയില്ലെങ്കിലും ഏട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയോ പരിഭ്രമോ ഇല്ലാതെ റോണിക്കൊപ്പം പോകുന്നവളെ എല്ലാവരും വായും തുറന്ന് നോക്കി നിന്നു. വാ, നീ പോകോ, വൈകിട്ട് ഞങ്ങൾക്കൊപ്പം വരാം. റോണി പിടിച്ച് ഇഷുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവൻ റോണിയോട് പറഞ്ഞു. റോണി പുറത്തേക്കും അവർ രണ്ടുപേരും അകത്തേക്ക് നടന്നു. വാ, നീ പോകോ, വൈകിട്ട് ഞങ്ങളൊപ്പം വരാം. രുദ്രൻ ഇഷുവിനെ കൊണ്ട് നേരെ അവന്റെ കാരവാനിലേക്കാണ് കയറിയത്. ചുറ്റും നിന്നവരൊക്കെ രുദ്രനെയും അവന്റെ നെഞ്ചിൽ ചേർന്ന് നടന്നു പോകുന്നവളെയും നോക്കി. ഡയറക്ടർ മുമ്പിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കി. പളുങ്ക് പോലെ തിളങ്ങുന്ന ഒരു നിഷ്കളങ്കയായ പെൺകുട്ടി. ഒരു ടോപ്പും പാൻറ്റുമാണ് വേഷം. പക്ഷെ ആ വേഷം തന്നെ നന്നായിട്ട് ചേരുന്ന പോലെ. ഈ പെൺകുട്ടി ഓക്കെ അല്ലേ? മുഖം കാണേണ്ടെന്നല്ലേ ഉള്ളൂ? രുദ്രൻ ചോദിക്കുമ്പോൾ അദ്ദേഹം തലയാട്ടി പുറത്തേക്ക് നടന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. റൂമിൽ തന്നെ അവർക്ക് വേണ്ടതെല്ലാം റെഡിയാക്കി. അത്യാവശ്യം വേണ്ട സ്റ്റാഫുകൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒന്നും ആലോചിച്ച് ടെൻഷനാവേണ്ട. നിന്റെ ഫേസ് ഇവിടെ കാണില്ല. നിനക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്യാം, പേടിക്കണ്ട, ഞാനില്ലേ. രുദ്ര ഇഷുവിന്റെ ചെവിയിൽ പറയുമ്പോൾ അവൾ അവനെ നോക്കി തലകുലുക്കി. അത്ര അടുത്താണ് അവന്റെ മുഖം. അവളുടെ ചെവിയോട് ചേർന്ന് അവന്റെ ചുണ്ട്. സ്റ്റാർ ക്യാമറ റോളിംഗ് സർ, ആക്ഷൻ. ആ ശബ്ദം കേട്ടതും ആ റൂമിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ ബെഡിലേക്ക് പോയി. ക്യാമറ അവർക്ക് നേരെ നീണ്ടു. ആദ്യം തന്നെ ക്യാമറ പോയത് വെളുത്ത കാലുകളിലേക്കാണ്. ചുവന്ന നിറത്തിലുള്ള നെയിൽ പോളിഷ് ഇട്ട് ചുവപ്പിച്ച മനോഹരമായ കാലുകൾ. അവിടെ നിന്നും പതിയെ ക്യാമറ മുകളിലേക്ക് പോയി. കാൽമുട്ടി വരെ കാണുന്ന കാലുകൾ. അവൾ പരസ്പരം കെട്ടിപ്പുണരുന്ന പോലെ ആ കാലുകൾക്കിടയിൽ അവൻ്റെ ദൃഢമായ കാലുകൾ കൂടെ വന്നതും ആ പുണരൽ ഒന്നുകൂടെ ആഴത്തിലായി. ക്യാമറ കുറച്ചുകൂടി മുകളിലേക്ക് പോയി. പുതപ്പ് കൊണ്ട് മറച്ച രണ്ട് ശരീരങ്ങൾ അതിലവൻ്റെ പുറംഭാഗം എടുത്ത് കാണിക്കുന്നുണ്ട്. വളരെ ദൃഢമായ അവൻ്റെ ശരീരത്തിനടിയിൽ ഒരു ശരീരം. രുദ്രൻ അവൻ്റെ മുഖം താഴ്ത്തി ഇശുവിൻ്റെ കഴുത്തിലേക്ക് പതിയെ പൂഴ്ത്തി. കണ്ണുകൾ മുറുക്കി അടച്ച് ശ്വാസം പിടിച്ചുകൊണ്ട് അവൾ ആ കിടപ്പ് കിടന്നു. രുദ്രൻ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. മുറുക്കെ ബലം പിടിച്ച് കിടക്കുകയാണ്.
അവൻ പതിയെ അവളുടെ ചുണ്ടിലേക്കൊന്ന് നോക്കി. പിന്നെ പതിയെ അങ്ങോട്ടൊന്ന് ഊതി. രുദ്രന്റെ കാലിൻ്റെ ഇടയിൽ ഇരുന്നിരുന്ന അവളുടെ കാലുകൾ അവൾ മുകളിലേക്ക് വലിച്ചു. വൃത്തിയിൽ വിരിച്ചിട്ട വെള്ള നിറത്തിലുള്ള ഷീറ്റ് ചുളിഞ്ഞു തുടങ്ങി. രുദ്രന്റെ പുറത്ത് അവളുടെ വെളുത്ത കൈകൾ ചിത്രം വരച്ച് തുടങ്ങി. രുദ്രൻ അവളുടെ ചുണ്ടിൽ നിന്ന് നോട്ടം മാറ്റി അവളുടെ ചെവിയുടെ ഇടുക്കിലേക്ക് നോക്കി. പതിയെ ഒന്ന് ഊതി കൊടുത്തു. അവന്റെ പുറത്തിരുന്ന അവളുടെ കൈകൾ ശക്തിയിലൊന്ന് മുറുക്കി അമർന്നു. വളരെ ശക്തിയിൽ. മുകളിൽ നിന്ന് താഴേക്ക് ക്യാമറ ഒന്നുകൂടെ നീങ്ങി കെട്ടിപ്പുണരുന്ന കാലുകൾ വെച്ചത് നിർത്തി. ആ ശബ്ദം കേട്ടതും എല്ലാവരും ആഞ്ഞ ശ്വാസം വലിച്ചു വിട്ടു. രുദ്ര യേശുവിന്റെ കഴുത്തിലേക്ക് അവന്റെ മുഖം അമർത്തി കിടന്നു. അവളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു. രുദ്രൻ ആ കിടപ്പിൽ കിടന്ന് അലറിയതും മിനിറ്റുകൾ കൊണ്ട് ആ റൂം കാലിയായി. രുദ്രൻ ബെഡിലേക്ക് മറന്നു കിടന്നു. ഒപ്പം യേശുവിനെ എടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കിടത്തി. ആ കണ്ണു തോരാൻ ഇനി കുറച്ചധികം സമയമെടുക്കുമെന്ന് അവൻ അറിയാം. അതുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു. യേശുവിനെ നെഞ്ചിൽ കിടത്തി രുദ്രൻ എത്ര നേരമെന്നില്ലാതെ കിടന്നു. ആ കണ്ണുനീരിന്റെ ചൂട് കുറെ നേരം അവന്റെ നെഞ്ചിൽ അറിഞ്ഞിരുന്നു. എപ്പോഴോ അവ അറിയാതെയായി. ആളുടെ അനക്കമൊന്നില്ലെന്ന് കണ്ടതും അവൻ അവളെ ഒന്ന് തട്ടി വിളിച്ചു. എവിടെ? ഒരു കുലുക്കവും ഇല്ല. പതിയെ അവളുടെ മുഖമൊന്ന് ഉയർത്താൻ ശ്രമിച്ചതും അവളൊന്നുകൂടെ അമർന്നുകൊണ്ട് അവന്റെ നെഞ്ചിൽ കിടന്നു. അത് ശരി, ഉറങ്ങിയോ? അതും പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി. അവന്റെ ചൂടാകുന്നതും അവളൊന്ന് കുറുകി. അവനൊരു ചിരിയോടെ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് കിടന്നു. നിനക്ക് രാത്രി ഉറക്കൊന്നുമില്ലടി പെണ്ണേ? അവളുടെ മുഖത്തെ വിരലുകൾ കൊണ്ട് തഴുകിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുണ്ടായിരുന്നു. ശോ, ഞാൻ എന്തൊക്കെയാ കരുതിയെന്നറിയോ? നിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. ഈ കരച്ചിലൊക്കെ മാറ്റിയെടുത്ത് കുറച്ചൊക്കെ ധൈര്യം തരണമെന്ന് കരുതിയിട്ട് പോ. ഒന്നും അറിയാതെ സുഖമായിട്ട് ഉറങ്ങാണോ? അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് പറയുമ്പോൾ അവളൊന്ന് കുറുകിക്കൊണ്ട് അവന് നേരെ ചിരിഞ്ഞു കിടന്നു. ഇഷ, അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്ന് മുറുകെ കെട്ടിപ്പിടിച്ച് അവളുടെ ചെവിയിൽ പതിയെ വിളിച്ചു. അവളൊന്ന് കുറുകിക്കൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ കിടന്നു. ആ കുറുകൽ ഇഷ്ടപ്പെട്ട പോലെ വീണ്ടും അവൻ അങ്ങനെ വിളിച്ചു. ആ വിളിയിൽ അവളൊന്ന് മൂളി. അവനൊരു ചിരിയോടെ അവളുടെ ചെവിയിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. ചുണ്ടിലൊരു ചിരിയോടെ അവനോട് ചേർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ ഒട്ടിക്കിടക്കാനൊന്നും അവൾക്കൊരു പേടിയുമില്ല. എന്നെ ഒന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവൾക്ക് പേടി. എല്ലാം ഞാൻ മാറ്റി തരുന്നുണ്ട്. അവളുടെ ചുണ്ടുകൾ പതിയെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ കീഴ്ചുണ്ടിനെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് ഞെരടി. ആ ചുണ്ടിനെ അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ അതിലൊന്ന് കടിച്ചു. പതിയെ കടിച്ചിട്ട് അവൻ അവയിൽ നിന്ന് അവൻ്റെ പല്ലിനെ അടർത്തി മാറ്റി. അവൻ്റെ കണ്ണുകൾ അവളുടെ കീഴ്ചുണ്ടിനെ തന്നെ നോക്കി. അതൊന്നുകൂടെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. കുറേ നേരം തൊട്ടുള്ള ആഗ്രഹടി പെണ്ണേ, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ലടി. അവളുടെ കഴുത്തിൽ കിടന്നുകൊണ്ട് അങ്ങനെ തന്നെ അവൻ പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ തന്നെ കിടന്നു. ഒന്ന് ഇളകുക പോലും ചെയ്യാതെ അവൾ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവളിൽ നിന്ന് അടർന്നു മാറി. അവളുടെ കിടത്തം കാരണം പുതച്ചിരുന്ന പുതപ്പ് അവളിൽ നിന്ന് നീങ്ങിയിരുന്നു. അവൾ നഗ്നമായാണ് കിടക്കുന്നതെന്ന് തോന്നാൻ തരത്തിലായിരുന്നു അങ്ങനെ ഒരു കിടത്തം. ഒരു സ്ലീവ്ലെസ് ഷോർട്ട് ക്രോപ്പ് ടോപ്പായിരുന്നു അവളുടെ വേഷം. പിന്നെ അവൾ ഇട്ടിരിക്കുന്ന പാൻറ് മുട്ടിന് മീതെ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. പുതപ്പിന് പുറത്ത് കാണുന്ന ഭാഗത്ത് വസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. രുദ്രനൊരു ചെറിയ ഷോർട്സ് മാത്രമാണ് വേഷം. അവനവളുടെ പുതപ്പ് പൂർണ്ണമായി അവളിൽ നിന്നും മാറ്റി. അവൻ്റെ കണ്ണുകൾ അവളുടെ വയറിൻ്റെ ഭാഗത്തേക്ക് പോയി. ആദ്യമായി അവളിൽ കണ്ട ആ കാഴ്ച അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അവനൊരു ചിരിയോട് അങ്ങോട്ട് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ചിരിയായിരുന്നു. പതിയെ അവൻ്റെ കൈകൾ അങ്ങോട്ട് നീങ്ങി. ടോപ്പ് പതിയെ പൊക്കിയത് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ ശ്വാസം ആഞ്ഞു വലിച്ചു. ആദ്യമായി കാണുമ്പോൾ അവിടെ ചുവപ്പ് നിറമായിരുന്നുവെന്ന് അവൻ ഓർത്തു. ഒരു ചിരിയോട് അവിടെ ഒന്ന് തഴുകി. അപ്പോൾ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ തലോടിയ രംഗമായിരുന്നു. ആ ഫീല് തന്നെയാണ് ഇപ്പോഴും, ഒരു പഞ്ഞിക്കെട്ട് പോലെ. അതും ചിന്തിച്ചുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് കിടന്നു. പക്ഷേ ഇപ്പോൾ നല്ലോണം ഫീലാവുന്നുണ്ട്. എന്റെയാണെന്നറിയാലോ, എൻ്റെ മാത്രം. വളരെ പതിയെ അവനത് പറയുമ്പോൾ അവൻ്റെ നിശ്വാസം അവിടെ തട്ടി തലോടി കടന്നുപോയി. അവനൊരു ചിരിയോടെ മുഖം അവിടെ ഇട്ട് ഉരസി. ചുണ്ടുകൾ ഉപയോഗിച്ച് അവിടെ അമർത്തി മൂക്ക് വെച്ച് ഉരസി. ഇടക്കൊന്ന് അവളെ തല ഉയർത്തി നോക്കിയപ്പോൾ ആള് നല്ല ഉറക്കമാണ്. അവളിൽ നിന്ന് നാവിനെ പുറത്തേക്ക് എടുത്ത് ബെഡിൽ എണീറ്റിരുന്ന് തലയിൽ തടവി അവൻ സ്വയം പറഞ്ഞു. പിന്നെ അവളെ ഒന്ന് തല തിരിച്ച് നോക്കി. അവൻ ചെയ്തതിൻ്റെ ബാക്കി പത്രം എന്നോണം അങ്ങനെ കിടക്കുകയാണ് അവൾ. അവൻ തലയെന്ന് കുടഞ്ഞിട്ട് അവളെ തട്ടി വിളിച്ചു. ഇനിയും ആ കിടത്തം കണ്ടാൽ കൺട്രോൾ പരമ്പര ദൈവങ്ങൾ ക്ഷമിച്ചെന്ന് വരില്ലെന്ന് അവന് നല്ല നിശ്ചയമുണ്ടായിരുന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.